ഞാൻ ഒരു കഥ പറയട്ടെ. മലയാളി പ്രേക്ഷകർക്ക് ഇന്നും മനസ്സിൽ നിന്നും മായാത്തൊരു ചിത്രമാണ് ഫാസിൽ സംവിധാനം ചെയ്ത എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമ. ശ്രീവിദ്യയുടെ വസുന്ധരാദേവിയും അമലയുടെ മായാവിനോദിനിയും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ തൻ്റെ അമ്മയെ കൊന്നവരോട് പ്രതികാരം ചെയ്ത് ജയിലിലേക്ക് പോകുന്ന മായ ഇന്നും പ്രേക്ഷകർക്ക് നൊമ്പരമാണ്. ആ ജയിലിനു പുറത്തുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ഇതിന് ഒരു ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഈ ചിത്രം. ഈ ചിത്രത്തിൻ്റെ പേര് വീണ്ടും സൂര്യപുത്രിക്ക് എന്നാണ്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് മായാവിനോദിനിയുടെ ജയിലാനന്തര ജീവിതം ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫ്രഷ് ആൻഡ് ലൈവ് എന്ന ചാനലാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. 14 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മായാവിനോദിനി പുറത്തിറങ്ങുന്നതും മായയുടെ ജീവിതവുമാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ജയിലിന് പുറത്ത് ഡോക്ടർ ശ്രീനിവാസനും മായയുടെ അച്ഛൻ വിനോദ് ശങ്കർ കാത്തിരുന്നു. ശിവപ്രസാദും ഭാര്യയും മായയെ കണ്ട് മാപ്പ് പറഞ്ഞു. വിനോദ് ശങ്കർ മികച്ചൊരു വക്കീലിനെ കൊണ്ട് കേസ് വാദിച്ച് വസുന്ധരാദേവിയുടെ വീട് മായയ്ക്ക് തിരികെ നൽകുന്നു. ഒടുവിൽ മായയ്ക്ക് താര ശ്രീനിധി എന്നൊരു മകൾ പിറക്കുന്നതോടെയാണ് ഈ സങ്കല്പകഥ അവസാനിക്കുന്നത്. ഓക്കെ, ബൈ, വീണ്ടും കാണാം.